പ്രിയപ്പെട്ടവരെ, നമ്മുടെ സമൂഹത്തെയും കുടുംബങ്ങളെയും തകർക്കുന്നതാണ് മദ്യവും മയക്കുമരുന്നും. എല്ലാ കാലങ്ങളിലും അതിൻ്റെ ദൂഷ്യഫലങ്ങൾ പലതരത്തിലുണ്ടായിട്ടുണ്ട്. എന്നാൽ ഈ അടുത്ത കാലത്തായിട്ട് കുടുംബത്തെ, വളരെ പ്രത്യേകിച്ച് കുട്ടികളെ നശിപ്പിക്കുന്നതാണ് മയക്കുമരുന്ന്. മയക്കുമരുന്നിന് അടിമപ്പെട്ട കുട്ടികളെ നല്ല വഴിയിലേക്ക് കൊണ്ടുവരാൻ, അവരെ സമൂഹത്തിൻ്റെ പൊതുധാരയിലേക്ക്, മുഖ്യധാരയിലേക്ക് സൗഖ്യപ്പെടുത്തി വരേണ്ടത് സമൂഹത്തെ സ്നേഹിക്കുന്ന, കുട്ടികളെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ്. ഈ അടുത്ത കാലത്തുള്ള സ്ഥിതിവിവരക്കണക്കിൽ എല്ലാ സ്കൂളുകളിലും തന്നെ പെൺകുട്ടികളടക്കം വളരെയേറെ പേർ ഇതിന് അടിമപ്പെടുന്നുണ്ട്. കുട്ടികൾ തന്നെ കുട്ടികൾക്ക് ലഹരി നൽകി അങ്ങനെ കുട്ടികളെ നശിപ്പിക്കുന്ന ഒരു പ്രവണത വരും. ഈ കുട്ടികളെ പുനരുദ്ധരിക്കേണ്ടത്, അവരെ നവീകരിക്കേണ്ടത്, അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരരുത്. ഈ ദുശീലത്തിൽ നിന്ന് അവരെ അകറ്റേണ്ടത് സമൂഹത്തിൻ്റെ ഉത്തരവാദിത്വമാണ്. ഈ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഓറ എന്ന പേരിൽ, അഗസ്റ്റിൻ ഊക്കൻ റീവൈറ്റലൈസിംഗ് ഏജൻസി എന്ന പേരിൽ കോൺഗ്രേഷൻ ഓഫ് സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റിയുടെ നേതൃത്വത്തിൽ, വളരെ പ്രത്യേകിച്ച് സിസ്റ്റർ ജിസ് തെരേസ് CSCയുടെ നേതൃത്വത്തിൽ ഓറ എന്ന ഒരു പദ്ധതി, ഒരു സ്ഥാപനം ആരംഭിച്ചിട്ടുണ്ട്. അത് തൃശ്ശൂർ അതിരൂപതയിലെ ചിറ്റിശ്ശേരി എന്ന പ്രദേശത്താണ് വളരെ ഭംഗിയായി നടക്കുന്നത്. ഇതിനകം വളരെയേറെ കുട്ടികളെ, നാനാജാതി മതത്തിൽപ്പെട്ടവരെ, വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ളവരെ, കേരളത്തിൽ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കുട്ടികളെ അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ, അവരെ സൗഖ്യപ്പെടുത്താൻ ഇതിനകം ഓറയ്ക്ക് സാധിച്ചിട്ടുണ്ട്. പുതിയതായ സ്ഥാപനങ്ങളിലൂടെ, പ്രസ്ഥാനങ്ങളിലൂടെ, ചികിത്സാ രീതികളിലൂടെ കുട്ടികളെ ഈ ദുശീലത്തിൽ നിന്ന് അകറ്റി ഒരു നല്ല രീതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് ഓറയുടെ ശ്രമങ്ങളെ ഞാൻ പ്രത്യേകമായ വിധത്തിൽ നേതൃത്വം കൊടുക്കുന്ന എല്ലാവരെയും, സിസ്റ്റർ ജിസ് തെരേസിനെയും സഹപ്രവർത്തകരെയും ഞാൻ അനുമോദിക്കുകയാണ്. ഈ സദുദ്യമത്തിൽ എല്ലാവരുടെയും സഹകരണം ഞാനും അഭ്യർത്ഥിക്കുന്നു. വഴിതെറ്റിപ്പോകുന്ന കുട്ടികളെ നേർവഴിയിലേക്ക് കൊണ്ടുവരുവാൻ, ദുശീലങ്ങളിൽ നിന്ന് അവരെ അകറ്റി നല്ല മനുഷ്യരാക്കാൻ ഓറയ്ക്ക് സാധിക്കട്ടെ, ഈ പ്രസ്ഥാനത്തിന് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇതിന് നേതൃത്വം കൊടുക്കുന്ന, സഹകരിക്കുന്ന എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.